ഈ ഒറ്റ കാര്യം കൊണ്ടായിരിക്കാം നിങ്ങളുടെ ഷോർട്സ് വൈറലാകാത്തത്. ഇതിനെ മാറ്റാൻ പഠിച്ചാൽ ഷോർട്സ് വൈറലാകും. അതിന് ആദ്യം ഇതെന്താണെന്ന് മനസ്സിലാക്കണം. യൂട്യൂബ് ഇതിനെ കണക്കാക്കുന്നത് 4 ആയിട്ടാണ്. 0 മുതൽ 100 വരെ ടെസ്റ്റ് വ്യൂവേഴ്സ്, 100 മുതൽ 1000 വരെ സ്വൈപ്പ്ഡ് റേഷ്യോ, 1000 മുതൽ 10000 വരെ വ്യൂഡ് റേഷ്യോ, 10000 മുതൽ 50000 വരെ എൻഗേജ്മെന്റ് റേഷ്യോ. ഇതിന് മുകളിലോട്ട് പോകുന്ന ഷോർട്സ് ആണ് വൈറലാകുന്നത്. അങ്ങനെ പോണേ ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതെന്താണെന്ന് പറയാം. 0 നിന്ന് 100 വരെ കിട്ടുന്ന വ്യൂസ് യൂട്യൂബ് ടെസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് നിങ്ങളുടെ ഓഡിയൻസ് ഏതാണെന്ന് മനസ്സിലാക്കാൻ യൂട്യൂബ് ചെയ്യുന്നതാണ് ഇത്. 100 മുതൽ 1000 വരെ ഉള്ളതിൽ എത്ര പേർ അതിനെ കണ്ടില്ല എന്ന് നോക്കും. അവിടെ അത് കൂടുതലാണ് വ്യൂസ് സ്റ്റക്കാകും. ഇനി കുറവാണ് ഇതിലേക്ക് പോകും. ഇനി ഇതിലോട്ട് പോയാൽ പിന്നെ നോക്കുന്നത് അത് എത്ര പേര് കണ്ടു എന്നാണ്. ഇനി ഇത് കുറഞ്ഞ ഈ വ്യൂസിൽ സ്റ്റക്കാകും. അതിവിടെ കൂടുതലാണേ ഡയറക്റ്റ് ഇതിലോട്ട് പോകും. ഇവിടെ ഇതിൻ്റെ കൂടെ എത്ര പേര് ലൈക്ക് ചെയ്തു, എത്ര പേര് ഷെയർ ചെയ്തു, എത്ര പേര് കമൻറ്റ് ചെയ്തു, ഇതൊന്നും നോക്കും. ഇനി ഇവിടെ വരെ നിങ്ങൾ എത്തിയാൽ ആ വീഡിയോ ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടി വൈറലാകും. ഇനി ഏതെങ്കിലും സ്റ്റേജിൽ നിന്ന് ഇത് കുറയുവാണേ തൽക്കാലം കിട്ടിയ ആ വ്യൂസിൽ സ്റ്റക്കാകും. എന്നാൽ അവിടെയും ഫ്രീസ് ആകില്ല. കുറച്ച് കഴിയുമ്പോൾ യൂട്യൂബ് അതിന് വീണ്ടും ഇംപ്രഷൻ കൊടുക്കും. പിന്നെ ആ വീഡിയോയ്ക്ക് കുറച്ചായി വ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇതിലോട്ട് എത്തിയ ആ വീഡിയോ വൈറലാകും. നീ അങ്ങനെ എത്താനുള്ള കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇതിലോട്ട് എത്താൻ ഒന്നും ചെയ്യണ്ട, അത് യൂട്യൂബ് ചെയ്തോളൂ. സോ ഇത് പറയാം. സ്വൈപ്പ്ഡ് റേഷ്യോ കുറഞ്ഞാലേ ഇതിലോട്ട് എത്തൂ. ഇത് കുറയാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഹുക്സ് ആഡ് ചെയ്യണം. ഇനി ഹുക്സ് എന്താണെന്ന് പറയാം. ഒരു ഷോർട്ട് വീഡിയോയിലെ ഫസ്റ്റ് 3 സെക്കൻഡാണ് ഹുക്സ്. ഇത് ക്യൂരിയോസിറ്റി ഉള്ളതാണ്. വീഡിയോ ഫുള്ള് കണ്ടില്ലെങ്കിലും പകുതിയെങ്കിലും കാണും. സോ ഇത് കൂടും. ഇനി ഹുക്സ് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ഓഡിയൻസിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അതും നിങ്ങളുടെ വീഡിയോയുടെ റിലേറ്റഡ് ആയത്. അങ്ങനെ ഇത് കുറഞ്ഞ് 1000 വ്യൂസിലെത്തും. അങ്ങനെ എത്തിയ വീഡിയോ കുറച്ച് കണ്ടാൽ പോരാ, പകുതിയെങ്കിലും കാണണം, എന്നാലേ ഇതിലോട്ട് എത്തും. ഇനി അവർ ആ വീഡിയോ സ്കിപ്പ് ചെയ്താൽ 1000നും 5000നും ഇടയ്ക്ക് സ്റ്റക്കാവും. ഇങ്ങനെ ചെയ്യാൻ കാരണം ഒന്നീ നിങ്ങളുടെ കണ്ടന്റ് മോശമായിരിക്കും, അല്ലേ നിങ്ങളുടെ വീഡിയോ മോശമായിരിക്കും. ഇത് രണ്ടും ശരിയാക്കിയാൽ ആ വീഡിയോ പകുതിയെങ്കിലും കണ്ടിരിക്കും. അങ്ങനെ കണ്ടാൽ ഇതിലോട്ടെത്തും. ഇനി ഇതിലെത്തിയാൽ ഇത് മാത്രം പോരാ, കൂടെ ഇതും വേണം. ഇനി ഇതെന്താണെന്ന് പറയാം. ഇനി വീഡിയോ കണ്ടാൽ മാത്രം പോരാ, അതിന് ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇതെല്ലാം ചെയ്യണം. ഇതിൻ്റെ എണ്ണം പരിഗണിച്ചാണ് ഇതിലോട്ട് പോകുന്നത്. എന്നാൽ അവിടെയും ഇതെല്ലാം നോക്കും. ഇതെല്ലാം നടക്കണേ നിങ്ങളുടെ വീഡിയോയുടെ കണ്ടന്റ് നല്ലതായിരിക്കണം, വീഡിയോയും നല്ലതായിരിക്കണം, പറയുന്നതെല്ലാം ശരിയായിരിക്കുകയും വേണം. ഇനി ഇങ്ങനെ എത്തിയെന്ന് വെച്ചോ, പിന്നെ നോക്കുന്നത് ഇതാണ്. ഞാൻ പറഞ്ഞതൊക്കെ നടന്ന ഓഡിയൻസ് ടെൻഷൻ ഇങ്ങനെയായിരിക്കും. ഇനി ഇങ്ങനെയാണ് ഈ വ്യൂസ് കിട്ടി സ്റ്റക്കാവും. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെയാണ് ആ വീഡിയോ വൈറലാകും. ഇനി ഷോർട്സ് എങ്ങനെയാണ് ഫ്രീസ് ആകുന്നത് എന്ന് പറയാം. എക്സാമ്പിളായിട്ട് 1000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ, അതിൽ വീഡിയോ ഇടുമ്പോൾ കിട്ടുന്ന വ്യൂസ് 10നും 100നും ഇടയ്ക്കാണ്. അത് ഫ്രീസാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. എന്നാൽ അത് ഫ്രീസ് അല്ല. കാരണം ഒന്നേത് മിക്സ്ഡ് കാറ്റഗറി ആയിരിക്കും, അല്ലെ ഡെഡ് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും. ഇനി എന്താണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറയാം. ആദ്യം ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങി. അതിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ അതിനൊരു ഗെയിമിംഗ് ചാനലാക്കി. എന്നിട്ട് അതിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അതിന് കിട്ടിയ വ്യൂസ് 50. കുക്കിംഗ് വീഡിയോ വെയിറ്റ് ചെയ്തവർക്ക് ഗെയിമിംഗ് വീഡിയോ വന്നു. സോ അവർ അതിനെ സ്കിപ്പ് ചെയ്തു. ഇവിടെ 1000 സബ്സ്ക്രൈബേഴ്സും കുക്കിംഗ് വീഡിയോയ്ക്കാണ് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത്. അതിലൊരു ഗെയിമിംഗ് വീഡിയോ വന്നപ്പോൾ അവരതിനെ സ്കിപ്പ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ആ 1000 സബ്സ്ക്രൈബേഴ്സും ഡെഡായി. ഇനി ആ ചാനൽ ഗ്രോ ആകണേ സാധാരണ ഒരു ചാനലിൻ്റെ 10 മടങ്ങ് എഫേർട്ട് എടുക്കണം. ഇങ്ങനെ മാറുന്ന ചാനലിനെയാണ് ഫ്രീസ് ആകുമെന്ന് കരുതുന്നത്. ശരിക്കും ഇവിടെ ഫ്രീസ് ആവുകയല്ല, മറിച്ച് ഡെഡ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഫ്രീസ് എന്ന കൺസെപ്റ്റ് എവിടുന്ന് വന്ന്? ചിലർ അവർക്ക് വ്യൂസ് കിട്ടാൻ കണ്ടുപിടിച്ചൊരു കൺസെപ്റ്റാണ് ഷോർട്ട് ഫ്രീസ്. പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനെ ഇട്ടേ? ഇതിന് കാരണം നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്യാനാ. ക്ലിക്ക് ചെയ്ത് ഫുള്ള് കണ്ടാ ഈ തെറ്റിദ്ധാരണ മാറും. ഇനി കണ്ടില്ലേ?